PR ഉണ്ടോ ഇല്ലയെന്നുള്ളതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് അനിമോൾ വരുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ. അനിമോളുടെ സൗണ്ട് ഇടറി അനിമോൾ കരയുന്ന ആ ഒരു ഫീലാണ് നമുക്ക് അനിമോൾ പറയുമ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിമോൾ പറയുന്നുണ്ട്, എന്നെ ഇവിടെ റിച്ച് ആക്കിയതിന്, ഞാനൊരു പണക്കാരിയാണെന്നുള്ള, ഞാനൊരു സെലിബ്രിറ്റിയാണ്, പക്ഷേ ഒരുപാട് റിച്ചായ ഒരു സെലിബ്രിറ്റി ആക്കി നിങ്ങൾ മാറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് വിഷമങ്ങളുള്ള ഒരു വ്യക്തിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് മാത്രം എൻ്റെ ചേച്ചി തീരുമാനമെടുത്ത് ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന്. അങ്ങനെ ചേച്ചി പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി നേടിയതിന് ശേഷം ലോൺ എടുത്താണ് ഞങ്ങളൊരു വീട് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഇവിടെ പലരും പറഞ്ഞു ഞങ്ങൾ റിച്ചാണെന്ന്. പക്ഷെ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിലോട്ട് വന്നതെന്നുള്ളത് ആർക്കും അറിയില്ല. കാശുണ്ട് ഇല്ലയോ എന്ന് നോക്കേണ്ടെന്ന് ആവശ്യമില്ല, ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടെന്ന് ആവശ്യമില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട്. വീട്ടിലിരുന്ന് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങോട്ട് വരേണ്ടുന്ന ഒരു ആവശ്യവും ഇല്ലായിരുന്നെന്നും അനിമോൾ പറയുന്നുണ്ട്. എനിക്ക് മിക്ക ബിഗ് ബോസ് സീസണിൽ നിന്നും എന്നെ വിളിക്കുമായിരുന്നു. എനിക്കിവിടെ വരണം, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നതെന്നും അനിമോൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. അനിമോൾ ടാസ്ക് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്, ബാക്കി പറയാനുള്ള സമയം പിന്നീട് തരാം. ഇവിടെയുള്ള എല്ലാവർക്കും PR ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അക്ബറിനൊക്കെ പുറത്തുനിന്നേ ഞാൻ അറിഞ്ഞിട്ടാണ് വന്നത് PR ഉണ്ടെന്ന്. പിന്നെ ആരിന് PR ഉണ്ട്, അതുപോലെ ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ PR എന്നാണ് എനിക്ക് നല്ല അറിവ്. എന്നെ പറഞ്ഞതുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഞാൻ അറിഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ ഒട്ടും PR ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവിൻ മാത്രമാണ്. ഇവിടെ വളരെ ഇമോഷണലിയാണ് അനിമോൾ സംസാരിച്ചത്. കാരണം എല്ലാവരും PR ഉള്ള വ്യക്തി എന്നുള്ള പേര് പറഞ്ഞിരിക്കുന്നത് അനിമോളെയാണ്. അനിമോൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആണ്. അപ്പോൾ അനിമോളെ കേരളം മൊത്തമുള്ള ജനങ്ങൾക്ക് നേരത്തെ അറിയാം. PR വർക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു സീരിയൽ നടി എന്നുള്ള നിലയ്ക്ക് വീട്ടമ്മമാരും കുടുംബ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അനിമോൾക്ക് വോട്ട് കൊടുക്കും. അത് ചിന്തിക്കാനുള്ളൊരു കഴിവ് പോലും ഇവർക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.